പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, പെന്തകുസ്താ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് കാണുന്നത്? ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യയിൽ, ഓസ്ട്രേലിയയിൽ, പിന്നെ യൂറോപ്പിലിരിക്കുന്നവർക്ക്, അമേരിക്കയിലിരിക്കുന്നവർക്ക്, പിന്നെ എവിടെ ഇരുന്നിട്ടൊക്കെയാണ് അവ കാണുന്നത്? പ്രിയ സഹോദരങ്ങളെ, കാണുന്ന സകല മക്കളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവേ ഒന്ന് ഞങ്ങളെ ചലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ തൊടണമേ പരിശുദ്ധാത്മാവേ, ഒരു ഉണർവ് നൽകണമേ പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ കൃപ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായി ഒരു പെന്തകുസ്ത അനുഭവം നമ്മളുടെ ശരിക്കും സഭയിലും വൈദികരിലും സമർപ്പിതരിലും പിന്നെ ദൈവജനത്തിലൊക്കെ ശരിക്കും പെന്തകുസ്ത ശരിക്കും ആവശ്യമാണ്. ഞാൻ നമ്മുടെ കുട്ടികളുടെ റിട്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ, ചുമ്മാ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടല്ല, ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, പരിശുദ്ധാത്മാവ് ശക്തമായ വിധത്തിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, നമ്മൾ വ്യാഴാഴ്ച ധ്യാനം, ഈ മുതിർന്നവരുടെ ധ്യാനം തുടങ്ങിയില്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ശരിക്കും ഈ ആത്മാവെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഫസ്റ്റ് ടോക്ക് തന്നെ കഴിയുന്നതോടുകൂടി ശരിക്കും ദൈവാത്മാവ് ചലിപ്പിക്കുന്നത് രണ്ടും അച്ഛനറിയാം. അച്ഛൻ ആദ്യ കാലഘട്ടത്തിൽ ബുദ്ധിയിൽ വെച്ചിട്ടാണ് വചനം പറഞ്ഞിരുന്നത്. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ, വലിയ വലിയ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഗ്രീക്ക് മൂലഭാഷയിൽ ഇങ്ങനെ അപ്പം നോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, സെമിനാറിൽ പഠിക്കുമ്പോൾ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഇതിൽ ഇത്ര തവണ വന്നിട്ടുണ്ട്, കരുണ എന്നുള്ളത് ഇന്ന രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ ഇങ്ങനെയാണ്. പക്ഷേ ആത്മാവിൽ പ്രചോദിതമായിട്ട് വചനം പറയുമ്പോൾ അത് ശരിക്കും പെനിട്രേറ്റ് ചെയ്യാന്ന് പറയില്ല, ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങൾ കുത്തിക്കയറിപ്പോവും, ആഴമായ അനുതാപത്തിലേക്ക് ദൈവജനത്തെ. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ നമ്മൾ പെന്തകുസ്താനുഭവം, പരിശുദ്ധാത്മാഭിഷേകം, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ പെന്തകുസ്താനുഭവം കിട്ടിയില്ലെങ്കിൽ നടക്കില്ല. പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടില്ലെങ്കിൽ, മാതാപിതാക്കളെ നിങ്ങളുടെ കാര്യമൊക്കെ കട്ടപ്പുകയാണ്. നിങ്ങൾക്ക് ചുമ്മാ പറയാം, എൻ്റെ മകൾക്ക് 10ൽ ഫുൾ A+ ആണ്, A1 ആണ്, B1 ആണ്, C1 ആണെന്നൊക്കെ പറയാം. ഈ അഭിഷേകം കിട്ടിയില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആരായി തീർന്നിട്ടും കാര്യമില്ല. ഈ അഭിഷേകം കിട്ടിയാലോ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും കർത്താവെല്ലാമാണ് ഈ അഭിഷേകം കിട്ടണം. അതുകൊണ്ട് ഈ ഞായറാഴ്ച ദിനത്തിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വേറൊന്നും, പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും മതി. പിന്നെ 1:8 അപ്പസ്തോല പ്രവർത്തനം, പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആവർത്തിച്ച് പറയണം. പ്രത്യേകിച്ച് നമ്മളെ നിരാശയിലേക്കൊക്കെ പിന്നോട്ട് വഹിക്കുന്ന ആത്മാവ് വരുമ്പോൾ നമ്മൾ ഈ വചനം ആവർത്തിച്ച് പറയും സഹോദരങ്ങൾ. പ്രകടമായ വിധത്തിൽ ഞങ്ങൾ സെനക്കിൾ പ്രയറിൽ, നമ്മുടെ താമസമുള്ള ധ്യാനത്തിൻ്റെ വലിയൊരു അട്രാക്ഷനാണ് അവിടെ സെനക്കിൾ പ്രയർ. അതിൽ 1ാമത്തെ ദിവസം തന്നെ വ്യാഴാഴ്ച തന്നെ വൈകിട്ട് ഒരു സഹോദരി, ഞങ്ങൾ ആ പ്രയറൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു സഹോദരി പറയായിരുന്നു, വെച്ചാൽ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു ഭയങ്കര നിരാശയുടെ ഒരു കെട്ട് എനിക്കുണ്ടായിരുന്നു. ആ വചനം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു സാധനം ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു, സഹോദരി വെള്ളിയാഴ്ച കുമ്പസാരല്ലേ, ശക്തമായിട്ട് നല്ലൊരു കുമ്പസാരം നടത്തിയ കർത്താവ് വിടുതൽ നൽകണം. പ്രിയ സഹോദരങ്ങൾ, വെള്ളിയാഴ്ച ആ പ്രതികൂലത്തിൽ പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഇവരെ ബാധിക്കാത്ത വിധത്തിൽ ദൈവാത്മാവ് അവിടെ കൃപ വർഷിച്ചു. എനിക്ക് ഉറപ്പുണ്ട് ആ പ്രശ്നത്തിൽ ഓൾറെഡി കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞായറാഴ്ച ധ്യാനം കഴിഞ്ഞ് അവർ പോവുള്ളൂ, പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടപെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആത്മാവിനോട് തുറവി നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് ഇടപെടും, ആത്മാവ് ഏറ്റെടുക്കും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ആത്മാവ് ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ എന്നാലും പ്രാർത്ഥിക്കാം കേട്ടോ. ഇനി വചനം പറഞ്ഞില്ലല്ലോ അല്ലേ, 2 പത്രോസ് 1:10 അവിടെ വചനം പറയാണ്, ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഒരു ഉത്സാഹം വേണം. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങൾ, ഒറ്റയ്ക്കല്ലേ ഈ സംഭവം ഓടുമ്പോൾ, ഇതിൻ്റെ ഒരു പ്രായോഗിക കോണ്ടെക്സ്റ്റ് അച്ഛൻ പറയുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ചിലപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകൾ, ഇടവകയുടെ ശുശ്രൂഷകൾ എല്ലാം കൂടി നമ്മൾ ഓടിയെത്താണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള പല ശുശ്രൂഷകൾ, ഒഴിച്ചുകൂടാവുന്നതൊക്കെ മാറ്റും, പക്ഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ശുശ്രൂഷകളുണ്ട് അച്ഛനെ. ഇപ്പോൾ ലിജോച്ചൻ ഇവിടെ വന്ന് ഓടി ചെയ്യല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചെയ്യാണ്ട് പറ്റില്ല. അച്ഛൻ വിളിച്ച് കഴിഞ്ഞാൽ അത്ര അത്യാവശ്യം നമ്മളാണ് അച്ഛൻ വിളിക്കുക. അപ്പോൾ അവിടെ പോകണം. പിന്നെ അതും വലിയൊരു നീഡാണ്, ഈ മദ്യപാനികളുടെ ഇടയിലൊക്കെ വലിയൊരു നീഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ശുശ്രൂഷയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും നിർബന്ധമായിട്ട് അച്ഛൻ പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ ഓടിയെത്താണ്ടൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ
എനിക്ക് ഈ ഒരു വചനം പ്രചോദനമാണ്. ആകയാൽ സഹോദരരെ, നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവാൻ. അല്ലെങ്കിൽ ഒരു പള്ളി അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കാലത്ത് നന്നായിട്ട് ബലി അർപ്പിച്ച് പിന്നെ വേണം കുറച്ച് പേരൊക്കെ വരെ കാണാം. പിന്നെ ഇച്ചിരി സിയസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ അല്ലേ ഒരു ആശ്വാസമുണ്ട് നമുക്ക്. ഇത് ഓടടാ ഓട്ടം എന്നിട്ട് ആൾക്കാരുടെ മുഴുവൻ തെറി വിളിയും. അപ്പോൾ ശരിക്ക് നമുക്ക് ഒരിക്കലെത്താനും പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും പ്രിയ സഹോദരങ്ങളെ, അതൊക്കെയാണെങ്കിലും ദൈവം എന്നെ വിളിച്ചിട്ടുള്ളത്, എൻ്റെ വിളിയെക്കുറിച്ചിട്ട് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. ആരിലാണ് ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ആ യേശു ഒരുപക്ഷെ ലോകത്തിൻ്റെ ഒരു പ്രശംസയൊന്നും കിട്ടണമെന്നില്ല, പക്ഷെ എൻ്റെ യേശു എന്നെ അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് പോരായ്മകളുണ്ട്, പക്ഷെ എൻ്റെ യേശു എന്നെ കരുതുന്നുണ്ട്. പ്രിയ സഹോദരങ്ങൾ, അതാണ് ഈ പെന്തക്കോസ്താന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മ. ലോകത്തിൻ്റെ പ്രീതി തേടി നമ്മൾ പോകില്ല, കർത്താവിൻ്റെ പ്രീതി തേടിയിട്ട് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ, ആ ലൈൻ മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ലോകത്തിലേക്ക് നമ്മൾ ലോകത്തെ ഞാൻ നോക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇല്ലേ, അത് ശരിക്ക് കർത്താവിനെ മാത്രം നോക്കാനുള്ള അഭിഷേകമാണ് പെന്തക്കോസ്ത. യേശു ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള അഭിഷേകമാണ് പെന്തക്കോസ്ത. ആ ഒരു കൃപ പ്രിയ സഹോദരങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ അപ്പം നോക്കിയേ, ഇത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ കൂടെ വരാൻ, അതായത് ഇവിടെ ശുശ്രൂഷകരും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ അച്ഛൻ്റെ കൂടെ നിൽക്കാനായിട്ട് യേശു നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെന്തക്കോസ്തയിൽ നിങ്ങളെ പ്രത്യേകമാം വിധത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്ന് ഇവിടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. പിന്നെ കുറച്ച് സഹായം അച്ഛനപ്പോൾ അടുക്കള, പ്ലംബിങ്, മുകളിൽ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ 100,000 അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അച്ഛന് വചന ശുശ്രൂഷയിൽ അച്ഛന് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വരുമോ? ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാം. ഇനി നിങ്ങളിപ്പോൾ പലരും പറയുന്നുണ്ട് വരാൻ ആഗ്രഹമുണ്ട് അച്ഛൻ, പറ്റണ്ടേ, സാധിക്കുന്നില്ല അച്ഛാ. സാരല്ലേ, നിങ്ങളുടെ നല്ല മനസ്സും പ്രാർത്ഥനയും മതി, ദൈവം ദൂതന്മാരായിരിക്കും കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എന്നേക്കും. ആമേൻ.